എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി തരുന്നത് എപ്സന്റെ 3211 എന്ന പ്രിന്ററിന്റെ അൺബോക്സിംഗും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാമുള്ള ഫുൾ വീഡിയോ ആണ്. വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിന്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് അടുത്തുള്ള എപ്സന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിലോ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ എഞ്ചിനീയർ വന്നാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അൺബോക്സും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ചെയ്ത് തരുന്നതാണ്. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറണ്ടി കിട്ടുകയുള്ളൂ. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് പ്രിന്ററിന്റെ ബോക്സ് വരുന്നത്. ഏകദേശം ബോക്സിന്റെ പുറത്ത് തന്നെ പ്രിന്ററിന്റെ ചെറിയൊരു സ്പെസിഫിക്കേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂസർ മാനുവൽ, ഡ്രൈവർ സൈഡ് എല്ലാം ഉള്ളൊരു പാക്കിംഗ് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നു. ഇവിടെയാണ് പ്രിന്റിൻ്റെ കൂടെ വരുന്ന ഇങ്ക് ബോട്ടിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് തെർമോകോപ്പീസിൽ ഒഴിവാക്കുന്നു. ഇതാണ് പവർ കേബിൾ വരുന്നത്. പിന്നെ ഇത് ഇങ്ക് ബോട്ടിൽസാണ് ഈ കാണുന്നത്. 4 ബോട്ടിൽ പ്രിന്റിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. ആ ബോട്ടിൽ ജസ്റ്റ് മാറ്റി വെക്കുന്നു. ഇനി നെക്സ്റ്റ് USB കേബിളാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, പ്രിന്ററിലെ കമ്പ്യൂട്ടർ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി നേരെ നമുക്ക് പ്രിന്റർ ബോക്സിൽ നിന്ന് പുറത്തോട്ട് വെക്കാം. ജസ്റ്റ് പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം ഈ കവർ ഒഴിവാക്കുക. ഈ കവർ ഒഴിവാക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ കവർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് മൂടി വെക്കാൻ വേണ്ടി, പാക്കിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പൊടി കയറാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ മൂടി വെക്കാൻ വേണ്ടി ഈ കവർ ഉപയോഗിക്കാം. കഴിയുന്നതും തുണി കൊണ്ട് മൂടി വെക്കാതിരിക്കാൻ നോക്കുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആ കവർ മാറ്റി. ഇനി നെക്സ്റ്റ് കാണുന്നത് ഈ ബ്ലൂ സ്റ്റിക്കേഴ്സ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണം നമ്മൾ. അതിനു മുമ്പ് ഒരിക്കലും പവർ ഓൺ ചെയ്യാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ സ്റ്റിക്കർ 1 by 1 ആയിട്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്ലൂ സ്റ്റിക്കർ റിമൂവ് ചെയ്യൽ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്രിന്റർ ഓൺ ആക്കുകയല്ല, അതിനു മുമ്പ് നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. പ്രിന്ററിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ അതേപോലെ ഒരു പാക്കിംഗ് ആയിട്ട് 4 ബോട്ടിൽ കൂടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഓരോരോ ബോട്ടിൽ എടുക്കുക. ബോട്ടിൽമേൽ നിങ്ങൾക്ക് ഓരോരോ കളർ കോഡുകൾ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. C എന്ന് പറഞ്ഞാൽ സിയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, Y പറഞ്ഞാൽ യെല്ലോ ആണ്, M പറഞ്ഞാൽ മജന്ത, BK പറഞ്ഞാൽ ബ്ലാക്ക്. ഇങ്ങനെ 4 ബോട്ടിലാണ് കൂടെ വരുന്നത്. ഇങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഫ്രണ്ടിൽ, പ്രിന്ററിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടാങ്ക് ഉണ്ട്. ടാങ്ക് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ബോട്ടിൽ നേരെ എടുക്കുക. ആദ്യം അതിൻ്റെ പാക്ക് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്ത് ഓരോന്ന് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പാക്കിംഗ് എല്ലാം റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഫില്ല് ചെയ്യാൻ പോകുന്നത് സിയാനാണ്. ഓക്കെ, സിയാൻ്റെ ബോട്ടിൽ ആദ്യം എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ടാങ്കിൻ്റെ അവിടെ കൊടുത്തതായിട്ടും ഇതേപോലെ മെൻഷൻ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സിയാൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുണ്ട്. ടാങ്ക് ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. നേരെ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും C എന്ന് മാർക്ക് ചെയ്ത ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നേരെ ബോട്ടിൽ അതിലേക്ക് ഇതേപോലെ ജസ്റ്റ് വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഇറക്കി വെക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ക് ഫില്ലായി വരുന്നത് കാണാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിന്റർ ഓൺലൈൻ വഴിയാണ് വാങ്ങാൻ കഴിയുന്നത്. അപ്പോൾ കഴിയുന്നതും ഇങ്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാതിരിക്കാൻ നോക്കുക. കാരണം ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് നല്ല ഓൺലൈൻ വഴി വരുന്നുണ്ട്. അത് പല കസ്റ്റമർക്കും പ്രശ്നമുണ്ടാക്കും. മാത്രമല്ല ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ഒഴിച്ച് കഴിഞ്ഞാൽ വാറണ്ടി കട്ടാവുകയും ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ ഹെഡ് കംപ്ലൈൻറ്റ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സിയാന് ഇങ്ക് ഫില്ല് ചെയ്ത് നെക്സ്റ്റ് നമ്മൾ മജന്തൻ്റെ ടാങ്കാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മജന്തൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ബോട്ടിൽ എടുക്കുക. നേരെ ബോട്ടിൽ നമ്മൾ നേരത്തെ സിയാന് ഫില്ല് ചെയ്ത് അതേപോലെ തന്നെ ടാങ്കിലേക്ക് ഇതേപോലെ ഇറക്കി വെക്കുക. ഇങ്ക് ഫില്ലാവുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏകദേശം ഇങ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ മോഡൽ പ്രിന്ററിന് ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ക് ഓവർഫ്ലോ ആവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ക് ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ എന്നുള്ള ടെൻഷൻ വേണ്ട. ഇപ്പോൾ നമ്മൾ മജന്ത ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് യെല്ലോ ടാങ്കാണ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ യെല്ലോ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ബോട്ടിൽ എടുക്കുന്നു. അതിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം നേരെ നമ്മൾ അതിലേക്ക് ടാങ്കിലേക്ക് ഇറക്കി വെക്കുന്നു. ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
അങ്ങനെ യെല്ലോ ടാങ്ക് ഏകദേശം ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളത് ബ്ലാക്കിൻ്റെ ടാങ്കാണ്. അപ്പോൾ ബ്ലാക്കിൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു, ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നേരെ ടോപ്പ് റിമൂവ് ചെയ്യുക. അതിനുശേഷം നേരെ ബോട്ടിൽ ടാങ്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാവുന്നതാണ്. അപ്പോൾ എല്ലാ ടാങ്കും നമ്മൾ ഇങ്ക് നിറച്ചു, ടാങ്ക് ക്ലോസ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ടാങ്കിൽ ഈ ബോട്ടിൽ കുറച്ച് ഇങ്ക് ബാലൻസ് വരുന്നുണ്ട്. അത് നിങ്ങളൊരു ആഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇങ്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രിൻ്റർ പവർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പവർ കേബിൾ എടുത്ത് നേരെ പ്രിൻ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പിറകുവശത്താണ് പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് വരുന്നത്. ജസ്റ്റ് അതൊന്ന് കണക്ട് ചെയ്യുന്നു. USB കേബിൾ ഇപ്പോൾ കണക്ട് ചെയ്യാനായിട്ടില്ല, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മൾ പവർ ഓൺ ചെയ്ത് അതിൻ്റെ ഒരു ഫസ്റ്റ് പ്രോസസ്സിംഗ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ പ്രിൻ്റർ ഓൺ ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഒരു ചെറിയ ലോഡിങ്ങിന് ശേഷം ഇവിടെ ഒരു വാർണിംഗ് മെസ്സേജ് ഓൺ ആവുന്നതാണ്. അപ്പോൾ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ലോഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്കൊരു ഓറഞ്ച് ലൈറ്റ് ഓൺ ആവുന്നത് കാണാൻ സാധിക്കും. യെസ്, കണ്ടില്ലേ, നിങ്ങൾക്ക് ഇവിടെ ഒരു ഓറഞ്ച് ലൈറ്റ് ഓൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊരിക്കലും എറർ മെസ്സേജ് അല്ല. അവിടെ കാണുന്ന ആ ബട്ടൺ ഒരു 5 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യുക. 5 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ പവർ ലൈറ്റും ഓറഞ്ച് ലൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങും. ഒരു 11 മിനിറ്റ് ഈ പ്രോസസ്സിംഗ് ഉണ്ട്. ആ പ്രോസസ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പവർ ലൈറ്റ് മാത്രം സ്റ്റഡിയായി നിൽക്കും. കണ്ടില്ലേ, ഇതേപോലെ സ്റ്റഡിയായി നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് USB കണക്ട് ചെയ്ത് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു ഓതറൈസ്ഡ് ടെക്നീഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എപ്സൻ്റെ ടോൾ ഫ്രീ നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ അവരുടെ എഞ്ചിനീയർ വന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷൻ, അൺബോക്സും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.